നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ നടാപ്പാടം കള്ളിച്ചിത്ര ഉന്നതിയിലെ ഊരുമൂപ്പന് ധനസഹായം നൽകുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. കെ രാമചന്ദ്രൻ MLA നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷന് മറുപടിയായാണ് വനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കാട്ടാന ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഊരുമൂപ്പൻ ഗോപാലന് വിദഗ്ധ ചികിത്സ ആവശ്യമാണെന്നും സാമ്പത്തിക സഹായം കുടുംബത്തിന് നൽകണമെന്നും കെ രാമചന്ദ്രൻ MLA ആവശ്യപ്പെട്ടു. തുടർന്ന് ഊരുമൂപ്പന്റെ ചികിത്സയ്ക്ക് വനംവകുപ്പ് അടിയന്തര സഹായം നൽകുമെന്ന് മന്ത്രി അറിയിക്കുകയായിരുന്നു. ജൂൺ 22-നാണ് കള്ളിച്ചിത്ര ഉന്നതിയിലെ ഊരുമൂപ്പൻ ഗോപാലന് കാട്ടാന ആക്രമണത്തിൽ തലയ്ക്ക് പരിക്കേറ്റത്. കഴിഞ്ഞ ജൂൺ 22, അതായത് 2 ദിവസം മുൻപ് തിങ്കളാഴ്ച നമ്മൾ നിയമസഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നിയോജക മണ്ഡലമായ പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ കള്ളിച്ചിത്ര ആദിവാസി ഉന്നതിയിൽ അവിടുത്തെ ഊരുമൂപ്പൻ ശ്രീ ഗോപാലൻ കാട്ടാനയുടെ ആക്രമണത്തിൻ്റെ ഭാഗമായി ഗുരുതരമായ പരിക്കുകളോടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ശ്രീ ഗോപാലിന് ശസ്ത്രക്രിയ നടത്താൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ മുഖമൊക്കെ ആകെ വികൃതമായിരിക്കുകയാണ്. വിദഗ്ധമായ ചികിത്സയ്ക്കും മറ്റ് സാമ്പത്തിക സഹായത്തിനും വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് ആവശ്യമായ സാമ്പത്തിക സഹായം ഉൾപ്പെടെ ചെയ്യുന്നതിന് വേണ്ടി വനവകുപ്പ് തയ്യാറാകുമോ എന്നതാണ് എൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, തീർച്ചയായിട്ടും പരിശോധിക്കാവുന്ന മുൻകാലങ്ങളിലെ ഒരു കീഴ്വഴക്കം സർ, ആദ്യം തന്നെ 30,000 കൊടുക്കുക, പിന്നെ അതിന് ശേഷം ഇതെല്ലാം കഴിഞ്ഞ് ഫൈനൽ ബില്ല് വരുമ്പോൾ 70,000 കൊടുക്കുക. പക്ഷേ കോതമംഗലത്തെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് വനം വകുപ്പിന് കൊടുക്കാനുള്ള 1 ലക്ഷം രൂപ അന്നേരം തന്നെ കൊടുത്തു സർ. ആദ്യം 30 ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ രണ്ടാമത്തെ 70,000 കൊടുത്തു സർ. അതിന് ശേഷമുള്ളതും SDRF-ൽ നിന്ന് കൊടുക്കാനുള്ള പ്രൊവിഷനുണ്ട്. പക്ഷേ നിലവിലുള്ളത് അതിന് ശേഷം ബില്ല് സബ്മിറ്റ് ചെയ്യുന്ന മുറയ്ക്ക് അത് SDRF-ൽ നിന്ന് കൊടുക്കുമെന്നാണ്. അത് 2.5 ലക്ഷം എന്നൊരു പരിധിയാണ് വെച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ സർ. അത് അതിനേക്കാൾ കൂടുതലാണെങ്കിലും ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. അത് കുറച്ചുകൂടെ സ്പീഡിലി, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതിൻ്റെ ഒരു കണ്ടെയ്ൻമെൻറ്റ് മിറ്റിഗേഷൻ സ്പീഡി കോമ്പൻസേഷൻ എന്നുള്ള നിലയിലേക്ക് മൂന്നാമത്തെ ഭാഗത്ത് വരുന്നത് എങ്ങനെ അന്നേരം അവർക്ക് പ്രയോജനകരമായി അന്നേരം തന്നെ എത്തിക്കാനൊക്കെ എന്നുള്ളത് നോക്കാം. ഇത് ബഹുമാനപ്പെട്ട മെമ്പർ അതിൻ്റെ ശ്രദ്ധയിൽ അതിൻ്റെ ഒരു നോട്ട് തന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാനൊക്കെ എന്നുള്ളതിനെക്കുറിച്ച്. ആളൂരിൽ പോലീസ് ജീപ്പ് ഇലക്ട്രിക് സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച 16 വയസ്സുകാരൻ 7 കുടുംബങ്ങൾക്ക് പുതുജീവനേക്കും. ആനത്തടം പീണിക്കപ്പറമ്പിൽ രാജുവിന്റെ മകൻ ജൂവിനാണ് അവയവദാനത്തിന്റെ മഹത്വത്തിൽ 7 കുടുംബങ്ങളിൽ വെളിച്ചമാകുന്നത്. ഒരു കുടുംബത്തിന് മുഴുവൻ പ്രതീക്ഷയായിരുന്ന ജൂവിന്റെ കണ്ണും കരളും ഹൃദയവും വൃക്കയുമെല്ലാം ഇനി പ്രതീക്ഷയേറ്റ ഏതാനും പേർക്ക് ജീവിത സ്പന്ദനമാകും. സർക്കാർ സ്ഥാപനമായ കെസോട്ടോ ആണ് അവയവദാന പ്രക്രിയ ഏകോപിപ്പിച്ചത്. ആളൂർ സെന്റ് ജോസഫ് പള്ളിയിലെ പാലിയേറ്റീവ് കെയർ അംഗവും മരണാനന്തര നേത്രദാന കമ്മിറ്റിയുടെ സജീവ പ്രവർത്തകയുമാണ് മാതാവ് ബീന രാജു. ചാലക്കുടി ഇരിങ്ങാലക്കുട റോഡിൽ സഞ്ചരിക്കവേ പോലീസ് ജീപ്പ് ഇടിച്ച് തെറിച്ചു വീണ് ജൂവിനും കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരനായ അനന്തകൃഷ്ണനും ഗുരുതരമായി പരുക്കേൽക്കുകയും ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ജൂവിൻ മരിക്കുകയുമായിരുന്നു. ആലുവ രാജഗിരി ആശുപത്രിയിൽ കഴിഞ്ഞ 16-നാണ് ജൂവിനെ പ്രവേശിപ്പിച്ചത്. 10ാം ക്ലാസ് പാസ്സായ ജൂവിനും കൂട്ടുകാരനായ അനന്തകൃഷ്ണനും ഒരുമിച്ച് ചാലക്കുടി ക്രസന്റ് പബ്ലിക് സ്കൂളിൽ നിന്ന് TC വാങ്ങി മടങ്ങുന്നതിനിടെ ആളൂർ കടലിച്ചിറ ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. പരിക്കേറ്റ അനന്തകൃഷ്ണൻ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലാണ്. തരിശുഭൂമി കൃഷിയോഗ്യമാക്കുക എന്ന സന്ദേശമുയർത്തി BKMU നെന്മണിക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. മണ്ഡലം സെക്രട്ടറി PM നിക്സൺ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ട്രഷറർ ഡെന്നീസ് പുളിക്കൻ, KT കൃഷ്ണൻകുട്ടി, സുധാ രാജേഷ്, TP രാജേഷ് എന്നിവർ സന്നിഹിതരായി. ആമ്പല്ലൂർ വടക്കുമുറിയിൽ മല്ലികൃഷി CPI ലോക്കൽ സെക്രട്ടറി KR അനൂപ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PC സാജു, അജിത മാധവൻ, KV പ്രവീൺ, CB സുരേഷ്, KK മോഹൻദാസ് എന്നിവർ സന്നിഹിതരായി. മാളയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിൽപ്പന നടത്തുന്നതിനായി കഞ്ചാവ് സൂക്ഷിച്ചയാൾ അറസ്റ്റിൽ. പുത്തൻചിറ വെള്ളൂർ വലിയാക്കത്ത് വീട്ടിൽ മുഹമ്മദ് റാഫിയെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജൂൺ 22-ന് വെള്ളൂർ പ്രദേശത്ത് മാള പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 1/4 കിലോയോളം കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു. മാള പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ PP ബാബു, ഗ്രേഡ് സബ് ഇൻസ്പെക്ടർമാരായ OP അനിൽകുമാർ, TS സിനി, സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരികൃഷ്ണ, സിജോയ്, ജവഹർ, കിരൺ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്.
സ്കൂൾ കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി വധശ്രമക്കേസ് പ്രതിയെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം വഞ്ചിപ്പുര സ്വദേശി കൈതവളപ്പിൽ പത്മരാജാണ് പോലീസിന്റെ പിടിയിലായത്. ജൂൺ 22 തിങ്കളാഴ്ച കയ്പമംഗലം സുജിത് ജംഗ്ഷനിൽ പ്രതി നടത്തിവരുന്ന KK ബനാന സ്റ്റോഴ്സ് എന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ മിന്നൽ റെയ്ഡിലാണ് കടയ്ക്കുള്ളിൽ ഒളിപ്പിച്ചുവെച്ച നിലയിൽ 47 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പത്മരാജ് ഈ കേസിന് പുറമെ കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമക്കേസിലും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി അറസ്റ്റിലായ കേസിലും പ്രതിയാണ്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO ബിജിത്ത, SI ജോഷർ, GASIമാരായ രാജേഷ്, ജോബി പോൾ, CPO ഷിജു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. തൃശൂരിൽ DCC ഓഫീസിനു മുന്നിൽ ഒരു കൂട്ടം ആളുകൾ നടത്തിയ പ്രതിഷേധം മറ്റത്തൂർ പഞ്ചായത്തിൽ അടുത്തുതന്നെ നടക്കാനിരിക്കുന്ന അവിശ്വാസ പ്രമേയം കണക്കിലെടുത്ത് BJPയെ സന്തോഷിപ്പിക്കാനായിരുന്നെന്ന് കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുധൻ കാരയിൽ, രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘാടൻ ജില്ലാ സെക്രട്ടറി ബെന്നി തൊണ്ടുങ്ങൽ എന്നിവർ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പുറത്താക്കപ്പെട്ട 3 നേതാക്കന്മാരാണ് ഇതിന് പിന്നിലുള്ളത്. DCC പ്രസിഡന്റിന്റെ കൊലവുമായി പ്രതിഷേധത്തിനെത്തിയവർ മിക്കവരും കോൺഗ്രസുമായി ബന്ധമില്ലാത്തവരാണ്. പാർട്ടി പ്രവർത്തകർ ആരെങ്കിലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ 2 ദിവസത്തിനകം നടപടി ഉണ്ടാകുമെന്നും ബ്ലോക്ക് പ്രസിഡന്റ് അറിയിച്ചു. അടുത്തു തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന അവിശ്വാസ പ്രമേയത്തെ BJPയുടെ സഹായത്തോടെ മറികടക്കാനാണ് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ ശ്രമം നടത്തുന്നത്. ഇതിനായി കോൺഗ്രസിനെയും DCC നേതൃത്വത്തിനെയും കരിവാരിത്തേച്ച് BJPയെ സന്തോഷിപ്പിക്കാനാണ് ഇവർ ശ്രമിച്ചത്. മതേതര നിലപാടാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമായി BJPയുടെ പിന്തുണയോടെ മറ്റത്തൂരിൽ ഭരണം പിടിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ ഡിസംബറിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് കഴിഞ്ഞ ദിവസം DCC ഓഫീസിനു മുന്നിൽ പ്രതിഷേധം നടത്താൻ നേതൃത്വം നൽകിയത്. കോൺഗ്രസ് പാർട്ടിക്ക് സംസ്ഥാനത്ത് മണ്ഡലം കമ്മിറ്റിയില്ലാത്ത ഏക പഞ്ചായത്താണ് മറ്റത്തൂർ. വിഭാഗീയത പരിഹരിച്ച് മുഴുവൻ പാർട്ടി പ്രവർത്തകരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ യോഗ്യനായ ഒരാളെന്ന നിലക്കാണ് ഹസൻ വില്ലത്തിനെ പുതിയ മണ്ഡലം പ്രസിഡന്റായി DCC നേതൃത്വം നിയോഗിച്ചത്. ഹസൻ വില്ലത്ത് സജീവ പ്രവർത്തകനല്ലെന്ന വാദം തെറ്റാണ്. സ്വതന്ത്ര സമര സേനാനിയുടെ മകനായ ഹസൻ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റായും മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നയാളാണ്. പുതിയ മണ്ഡലം പ്രസിഡന്റ് വൈകാതെ ചുമതലയേൽക്കുമെന്നും മണ്ഡലം കമ്മിറ്റിയും ബൂത്ത് കമ്മിറ്റികളും രൂപീകരിച്ച് പാർട്ടിയെ ശുദ്ധീകരിക്കുമെന്നും ശക്തിപ്പെടുത്തുമെന്നും ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞു. നിയുക്ത മണ്ഡലം പ്രസിഡന്റ് ഹസൻ വില്ലത്ത, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് AB പ്രിൻസ, മുൻ പഞ്ചായത്ത് അംഗം ശിവരാമൻ പോതിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നലെയുണ്ടായ സമരം അത് BJPക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, വീണ്ടും ഭരണത്തിൽ തുടർന്നു പോകാൻ വേണ്ടി BJPക്കാരെ സന്തോഷിപ്പിക്കാൻ പുറത്താക്കപ്പെട്ട മുൻ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്നൊരു നാടകമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ വന്ന ചില ആളുകളൊക്കെ പറയുന്നത്, നിങ്ങളെപ്പോലെ ഞങ്ങളും പത്രികയോട് കേട്ടത്, DCC പ്രസിഡന്റ് കഴിഞ്ഞ തൃശ്ശൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പിൽ, അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല സീറ്റുകളും കോൺഗ്രസ് പരാജയപ്പെട്ടു, അത് DCC പ്രസിഡന്റ് കുറ്റമാണ്. അങ്ങനെ DCC പ്രസിഡന്റ് കടന്നാക്രമിച്ചുകൊണ്ടുള്ള കുറേ അഭിപ്രായങ്ങളാണ് അവിടെ സമരത്തിന് വന്ന ആളുകളെയൊക്കെ പറഞ്ഞത്. പലരും കണ്ടുപരിചയം പോലുമില്ല, കോൺഗ്രസിൽ കണ്ടുപരിചയം പോലുമില്ലാത്ത ആളുകളെ എവിടെ നിന്നോ സംഘടിപ്പിച്ച് കോൺഗ്രസ് പാർട്ടിയെ മനഃപൂർവ്വം കരിവാരി തേച്ച് കാണിക്കുന്ന ഒരു സമീപനമാണ് എടുത്തത്. അതൊന്നും ഈ പാർട്ടിയിൽ വെച്ച് പുറപ്പിക്കില്ല. പാർട്ടിക്കെതിരായി പാർട്ടിയുടെ പ്രവർത്തകർ ആരെങ്കിലും അതിൽ ഉൾപ്പെടുന്ന അവരുടെ പേരിൽ ശക്തമായ അച്ചടക്ക നടപടി ഉണ്ടാകും. അതിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷ ആളുകളും കോൺഗ്രസ് പാർട്ടിയുടെ ഭാരവാഹികളോ പ്രവർത്തകരായിട്ട് ആളുകളല്ല. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,230 രൂപയും പവന് 1,05,840 രൂപയും രേഖപ്പെടുത്തി. ചെങ്ങാലൂർ SN പുരം വിളക്കത്തല പരേതനായ ശിവദാസന്റെയും വിജയലക്ഷ്മിയുടെയും മകൾ നിഷി അന്തരിച്ചു. 34 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.